ഇതാ പച്ചയായ ചില കാഴ്ചകൾ. ഇത് ഗുജറാത്തല്ല. കണ്ണൂർ കാടാച്ചിറയിലെ ആടൂർ എന്ന കുപ്രസിദ്ധമായ പാർട്ടി ഗ്രാമം. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഖബർസ്ഥാനു വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട, കൃത്യമായി അതിർത്തി കെട്ടി വേർതിരിച്ചു വെച്ച ഈ ഖബർസ്ഥാൻ ശ്രദ്ധിക്കൂ. ഇവിടെ ഇപ്പോൾ CPM മയ്യത്ത് മറവ് ചെയ്യാൻ അനുവദിക്കുന്നില്ല. ഏതു നിമിഷവും ആക്രമിക്കപ്പെടുമെന്ന കരുതലോടുകൂടിയാണ് ഈ അന്വേഷണ സംഘം അങ്ങോട്ട് കടന്നു ചെന്നത്. 40കളിൽ പകർച്ചവ്യാധിയെല്ലാം ഉണ്ടായ കാലത്ത് ഒന്നിലേറെ മരണം നടന്നപ്പോൾ ദൂര സ്ഥലത്ത് കൊണ്ടുപോകാൻ കഴിയാതെ കൊണ്ടാണ് ഇത് ആദ്യം ഒരാൾ വാക്കാൽ വഖഫ് ചെയ്ത സ്ഥലം. ഇപ്പോൾ അവരെ പറഞ്ഞാൽ പുതിയ ശ്മശാനം ഉണ്ടാക്കുന്നതെന്നാണ് അവർ കൊടുത്ത കംപ്ലയിൻറ്റ്. വാക്കാൽ വഖഫ് 78ലാണ് ഇത് രേഖാമൂലം ജമാഅത്ത് കമ്മിറ്റിക്ക് വഖഫായിട്ട് രജിസ്റ്റർ ചെയ്ത്. അതിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇത് മുസ്ലിങ്ങളുടെ ധാർമ്മികവും മതപരമായ ആവശ്യത്തിന് മയ്യത്ത് മറവ് ചെയ്യാനുള്ള ശ്മശാന സ്ഥലമായി ഉപയോഗിക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത്. പർദ്ദയണിഞ്ഞ മുസ്ലിം സ്ത്രീയുടെ ചിത്രം പോസ്റ്ററുകളിൽ ഉൾപ്പെടുത്തിയും അത്തരം സ്ത്രീകളെ പ്രകടനത്തിൽ പ്രദർശിപ്പിച്ചും CPM കാണിക്കുന്ന കപട മുസ്ലിം പ്രേമം കൗതുകത്തോടെ നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇവിടെ ഇതാ പർദ്ദയണിഞ്ഞൊരു സ്ത്രീയോട് ഇവർ കാണിക്കുന്ന ക്രൂരതയുടെ ചിത്രം. ഇത് കക്കട്ടിലെ പുതിയയിടത്ത് മറിയും. ഇവരുടെ ഭൂമിയിൽ കൃഷിയിറക്കാൻ CPM ഗുണ്ടകൾ വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. പലവട്ടം കൃഷി വെട്ടി നശിപ്പിച്ചപ്പോൾ ഭൂമി വിൽക്കാൻ തീരുമാനിച്ചു. അതിനും സഖാക്കൾ സമ്മതിച്ചില്ല. ഒറ്റ മകൾ മാത്രമുള്ള മറിയമിൻ്റെ ഭൂമി പാർട്ടിക്ക് കൈവശപ്പെടുത്താനാണത്രേ അവരുടെ ശ്രമം. മറിയം തന്നെ പറയട്ടെ. മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ കുഞ്ഞുമതുട്ടി മാഷും ഫിറോസും മോഹനം മാഷും കെ കൃഷ്ണനും AK കണ്ണനും പൈസ ഞങ്ങളോട് വാങ്ങി ഈ കണ്ണന് കൊടുക്കുകയും ചെയ്ത്. അന്നേരം ഞങ്ങളോട് പറഞ്ഞ് നിങ്ങളിനി സ്ഥലം വിറ്റോ എല്ലാം കഴിഞ്ഞിക്ക് എന്നാണ്. അപ്പം ഞങ്ങൾ അപ്പം വിറ്റ് ഒരാഴ്ച ആയപ്പോൾ തന്നെ കച്ചവടക്കാർ ആദ്യം വന്നു. ഇനി പാറാശോകന് വിറ്റ് തന്നെ ഓനോട് ഇയാൾ പറഞ്ഞിക്ക് ഇത് ഇയാൾ 4ാമത്തെ പ്രാവശ്യം വെക്കുന്നതാ. എന്താ വെച്ചാൽ ഞങ്ങൾ വിറ്റാലാടെ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാവും. അവർ പറയുന്നത് ഞങ്ങൾ ബുക്കുക സമ്മതിക്കൂല, അത് ഞങ്ങൾക്ക് വേണം. ഞങ്ങളെ ശേഷം ഓലിക്ക് ഞങ്ങൾക്ക് ഒരു മോളാലുള്ളൂ, അതുകൊണ്ട് ഞങ്ങളെ ശേഷം ഒരിക്കെടുക്കാൻ അവർ പറയുന്നു. ബാങ്കുവിളി മുസ്ലിം ആരാധനാലയങ്ങളുടെ അടയാളങ്ങളിൽ ഒന്നാണ്. എന്നാൽ കണ്ണൂരിലെ പെരളശ്ശേരി മൂന്നുപെരിയ പാർട്ടി ഗ്രാമത്തിലുള്ള പള്ളിയിൽ ഇന്നേ വരെ ബാങ്കുവിളി നടന്നിട്ടില്ല. CPM നടത്തുന്ന രാഷ്ട്രീയ വിശദീകരണത്തിൻ്റെ കണ്ടക്ഷോഭങ്ങൾ കേൾക്കാൻ മാത്രം വിധിക്കപ്പെട്ട ഇവിടുത്തെ വിശ്വാസികളെ പെരുന്നാൾ അറിയിക്കുന്ന തക്ബീർ മുഴക്കാൻ പോലും CPM അനുവദിക്കില്ല. കവലയിലൊന്ന് കാൽകുത്താൻ പോലുമാവാതെ വാഹനത്തിൽ നിന്നെടുത്ത വിദൂര ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. ബംഗാളിലും സ്ഥിതി വ്യത്യസ്തമല്ലെന്ന് നന്ദിഗ്രാമിലൂടെ നാം കണ്ടതാണ്. തഹാഹുൽ മസ്ജിദ് ഇടിച്ചു നിരത്തി CPM ചെങ്കൊടി നാട്ടിയ കാര്യമാണ് ഇമാം വിവരിക്കുന്നത്. നിങ്ങൾ കാണുന്നത് കണ്ണൂർ ജില്ലയിലെ ശിവപുരത്തെ ജുമാ മസ്ജിദിൻ്റെ പള്ളിക്കുളം. CPM ഭരിക്കുന്ന പഞ്ചായത്തിനെ കൂട്ടുപിടിച്ച് ഈ കുളത്തിൽ നിന്ന് വുളു എടുക്കുന്നത് തടഞ്ഞിരിക്കുന്നു. 40 വർഷക്കാലമായി വുളു എടുക്കാൻ ഉപയോഗിച്ചിരുന്ന ഈ പള്ളിക്കുളം 10 വർഷമായി ചപ്പുചവറുകൾ നിക്ഷേപിക്കുന്ന കേന്ദ്രമായി മാറിയിരിക്കുന്നു. നീർത്തട സംരക്ഷണത്തിനിറങ്ങുന്ന ശാസ്ത്രസാഹിത്യ പരിഷത്തുകാർ പോലും ഇതേവരെ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പാർട്ടിയോട് കളിച്ചാൽ ഇങ്ങനെയാണ്. തളിപ്പറമ്പിലെ ബക്കളം പള്ളി. ഇത് അടിച്ചു തകർക്കാൻ 2003 CPM പയറ്റിയ കുടിലതന്ത്രം വർഗീയ വിദ്വേഷമുണ്ടാക്കാൻ ഉതകുന്നതായിരുന്നു.
ഇന്നാട്ടിലെ മതവിശ്വാസികൾ ഇത് തിരിച്ചറിഞ്ഞതുകൊണ്ട് ആ ശ്രമം പരാജയപ്പെട്ടുവെങ്കിലും തകർക്കപ്പെട്ട ജനാലച്ചില്ലുകളുമായി പള്ളി ഇന്നും പൂട്ടിക്കിടക്കുകയാണ്.